എന്താണ് വേടൻ ചെയ്ത തെറ്റ്? അതായത് RSSന്റെ കേസരിയുടെ എഡിറ്റർ മധുവും അതേപോലെ തന്നെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശശികലയും ഇന്ന് കേരളത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ സൗഹൃദാന്തരീക്ഷം തകർക്കുന്ന വർത്തമാനങ്ങളാൽ. എന്തായിരുന്നു വേടന്റെ പ്രശ്നം? അത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, വേടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം കറുപ്പിന്റെ സൗന്ദര്യത്തെ കുറിച്ചാണ്. കറുപ്പിന്റെ രാഷ്ട്രീയമാണ്, ദളിത് രാഷ്ട്രീയമാണ്. അതേപോലെ തന്നെ വംശവെറിക്കെതിരെയുള്ള, സവർണ മേധാവിത്വത്തിനെതിരെയുള്ള, ജാതീയതക്കെതിരെയുള്ള, ആ ജാതീയതയാൽ ഇരയാക്കപ്പെട്ട സാമൂഹ്യ പിന്നാക്കാവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെട്ട അടിയാള വർഗത്തിന്റെ, പട്ടിക വർഗത്തിന്റെ നീതി നിഷേധത്തെ കുറിച്ചാണ് വേടൻ പാടിപ്പറയുന്നത്. അത് തീർച്ചയായിട്ടും ഈ ശശികലയും അതേപോലെ തന്നെ ഈ മധുവും ഈ മോഡിയും അമിത്ഷായും RSSും BJPയും പ്രതിദാനം ചെയ്യുന്ന വംശീയ രാഷ്ട്രീയത്തിനെതിരാണ്. അവരുടെ ജാതി വ്യവസ്ഥക്കെതിരാണ്, സവർണ മേധാവിത്വത്തിനെതിരാണ്. അതിനെ ചോദ്യം ചെയ്യുന്നു. നീ തമ്പ്രാനല്ല എന്ന് അങ്ങനെ പ്രഖ്യാപിക്കുമ്പോ ആ വേടന്റെ വേദിയിലേക്ക് വരുന്നത് നമ്മുടെ കേരളത്തിന്റെ ഒരു സൗഹാർദ്ദ സാഹോദര്യ മതനിരപേക്ഷ സമൂഹമാണ്. രണ്ടാമത് അവരസ്വസ്ഥപ്പെടുത്തുന്ന ഇതാണ്, വേടൻ അങ്ങനെ പാട്ടുപാടുമ്പോ വേടന്റെ സ്റ്റേജിലേക്ക് ഓടിക്കേറി തള്ളിക്കേറി വരുന്നവർ ഈ കേരളത്തിലെ മുഴുവൻ മതസ്ഥരും മുഴുവൻ ജാതിയും മുഴുവൻ മനുഷ്യരും ഉണ്ട് എന്നുള്ളതാണ്. നിഴലിനെ പോലും പേടിക്കുന്നവർ, വേടന്റെ പൂർവികരുടെ നിഴലിനെ പോലും പേടിച്ചവർ ഇപ്പോൾ അസ്വസ്ഥപ്പെടുന്നത് ആ വേടനെ കേറി ജാതി മത ഭേദമന്യേ മുഴുവൻ മനുഷ്യരും സൗഹാർദ്ദത്തിന്റെ സാഹോദര്യബോധത്തോടുകൂടി കെട്ടിപ്പിടിക്കുകയും ഏറ്റെടുക്കുകയുമാണ്. മാത്രമല്ല, മുസ്ലിങ്ങളും അല്ലാത്തവരുമെന്ന RSSന്റെ സാമൂഹ്യ വിഭജനത്തെ BJPയുടെ സാമൂഹ്യ വിഭജനത്തെ വേടന്റെ സദസ് നിരന്തരമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുഴുവൻ മതസ്ഥരുമുണ്ട്, മുഴുവൻ ജാതിക്കാരുമുണ്ട്. വേടൻ പറയുന്നതാണ് ശരി, നിങ്ങളുടെ തമ്പ്രാൻ കളിയുണ്ടല്ലോ, സമ്മതിക്കില്ല എന്ന്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിന്, അയ്യങ്കാളിക്ക് ഒരു പേരക്കുട്ടി ജനിച്ചിരിക്കുന്നു ഈ പുതിയ കേരളത്തിന് എന്നുള്ളത്